മീൻ മേടിച്ചതല്ല ഭായി, ഇത് നമുക്ക് ബൊഗെയിൻവില്ലയുടെ തൈകൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാനായിട്ട് എന്തായാലും ആഗ്രഹം കാണുമല്ലോ. അന്നേരം നിങ്ങൾ കൂടിങ്ങി പോയാൽ നല്ല അടിപൊളി വീഡിയോ ആയിരിക്കും. അന്നേരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാൻ ശ്രമിച്ചു. അതാണ്ട് ഇത് മീൻ മേടിച്ചതല്ല, ഇതിനകത്ത് ബൊഗെയിൻവില്ലയാണ്. വില കൂടിയ ബൊഗെയിൻവില്ലകൾ ഇതേപോലെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അന്നേരം കൂടിങ്ങി പോയോ സുഹൃത്തുക്കളെ. ഇതാണ്ട് ഇതേപോലെ ഈ ബൊഗെയിൻവില്ലയുടെ കട്ട് ചെയ്ത് സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ തൈ ഉണ്ടാക്കിയേക്കുന്നത് എങ്ങനെയാണെന്ന് കാണാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിനെ കൂടിങ്ങി പോയോ. സിമ്പിളായിട്ട് നമ്മൾ താണ്ട് കരി താണ്ട് ലേശം വെള്ളമുള്ള ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഉരയ്ക്കണം. കണ്ട ഇതേപോലെ അങ്ങോട്ട് നിർത്തുക. അതിനുശേഷമായിട്ട് ഇതേപോലെ നമുക്ക് ബൊഗെയിൻവില്ലയുടെ തൈ നല്ല കിടിലമായിട്ടൊന്നും ഉണ്ടാക്കാം. അങ്ങനെ സുഹൃത്തുക്കളാണ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നതാണ് ബൊഗെയിൻവില്ലയുടെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് എങ്ങനെ തൈ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനെന്താണ്ട് നമ്മൾ 2 വെറൈറ്റി ഇവിടെ നടക്കുന്നത്. ഇച്ചിരി മുറ്റി കമ്പൊക്കെ ആയിട്ടാണ് എടുക്കുന്നത്. അന്നേരം ഈ പ്ലാന്റ് നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ പുതിയ രീതിയിൽ എങ്ങനെ തൈ ഉണ്ടാക്കാമെന്ന് നോക്കിയാൽ കൂടിങ്ങി പോയാൽ. അന്നേരം സുഹൃത്തുക്കൾ താണ്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തോട്ട് വന്നിട്ടുണ്ട്. അന്നേരം ഇതിനെ നമുക്ക് താണ്ടെ കവറിൽ ഇരിക്കത്തക്ക രീതിയിൽ ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ ഇലകളൊക്കെ കട്ട് ചെയ്ത് വേണം. ഇല ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിടുത്തം കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ താണ്ടെ ഇലയെല്ലാം ഇതുവരെ കട്ട് ചെയ്ത് കളയുന്ന ഇതാ കണ്ട ഈ ഒരു കമ്പ നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. അതിനുശേഷമായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ലേശം കരി ഒന്ന് ഉരയ്ക്കുക. ഒരു കരിഞ്ഞെടുത്ത് ഇതോ അതിനകത്ത് കരി ഇടപെടും. ഒരു കരിഞ്ഞെടുത്തേ സിമ്പിളായിട്ട് നമ്മൾ താണ്ട് കരി താണ്ട് ലേശം വെള്ളമുള്ള ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഉരയ്ക്കണം. കണ്ട വെള്ളമുള്ള ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഉരയ്ക്കണം. അതിനുശേഷം താണ്ട് ഇതേപോലെ കരി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന് അടിഭാഗത്ത് ജസ്റ്റ് നാച്ചുറലായിട്ടുള്ള റൂട്ട് ഹോർമോണാണ് കരി എന്ന് പറയുന്നത്. ഇതാണ്ട് സിമ്പിളായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം താണ്ട് സാധാ മണ്ണ്, ചുവന്ന മണ്ണ് വേറെ ചകിരിച്ചോറോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ചാണകപ്പൊടി ലൈറ്റായിട്ട് കൊടുക്കാം. സാധാ മണ്ണാണേ. അതിനകത്തോട്ട് ഇതിനെ അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വെക്കുക. നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് കൊടുക്കുക. അതിനുശേഷമായിട്ട് ലേശം വെള്ളം ഒന്ന് ഒഴിക്കണം കേട്ടോ. ഒരു മിനിറ്റ് നമുക്ക് താണ്ടെ ഇതും കൂടെ കുത്തിയിട്ടെടുക്കാം. താണ്ടെ അടുത്തൊരു പീസ് എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ താണ്ടെ ലേശം കരി അങ്ങോട്ട് തേക്കുന്നു. കണ്ടല്ലോ അതിനെ എന്താണ്ട് അടിഭാഗം നമ്മൾ കട്ട് ചെയ്തത് കാണാം. താണ്ടെ അവിടെ അങ്ങോട്ട് തേച്ചിട്ടുണ്ട്. അതിനെ എടുത്ത് നമ്മൾ ഇതേപോലെ കുത്തി താത്ത അങ്ങോട്ട് വയ്ക്കുന്നു. പക്ഷെ നല്ല പോലെ താന്നിരുന്നോട്ട്. ഇനി ഇതിനെ നമുക്ക് ലേശം വെള്ളം ഒഴിക്കണം കേട്ടോ. അതിൻ്റെ ലേശം വെള്ളം ഒഴിക്കാൻ വേണ്ടി പോവാണേ. ആദ്യത്തെ ട്രിപ്പ് കൊടുക്കുന്ന വെള്ളമേ ഉള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് തന്നെ വെള്ളം കൊടുക്കുക. കണ്ടല്ലോ. ഇനി ഇതിനെ നേരെ അങ്ങോട്ട് കൊണ്ടുവരിക. അതിനെ അങ്ങോട്ട് കൊണ്ട് വയ്ക്കുക. വെച്ചതിന് ശേഷമായിട്ട് കാണാം കവറിനകത്തേക്ക് ഇതിനെ ഇതേപോലെ അങ്ങോട്ട് ഇറക്കുക. കണ്ടല്ലോ. ഇനി ഒരു റബ്ബർ ബാൻഡ് എടുക്കുക. വേണ്ട എന്നിട്ട് പതുക്കെ ഇങ്ങോട്ട് പിടിക്കുക. ഈ റബ്ബർ ഇങ്ങനെ അങ്ങോട്ട് അത് മോയ്സ്ചർ കണ്ടൻറ്റ് നിർത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് നല്ല നല്ല വെറൈറ്റികളൊക്കെ വരുവാണെങ്കിൽ നമുക്കിതാ ഇതേപോലെ അടുത്തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കവർ തുറക്കുന്നുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ കവർ തുറക്കാം. ഓക്കെ. ഇതാ അടുത്ത പീസ് ഒരെണ്ണം റൂബി റെഡാണ്. നമ്മളെടുത്ത കമ്പിൽ ഒരെണ്ണം റൂബി റെഡാണ്. ഹൈബ്രിഡ് വെറൈറ്റികളാണ്. കുറേ വെറൈറ്റികളുണ്ട്. അന്നേരം അതിനകത്ത് 1-2 വെറൈറ്റി നമ്മൾ എടുക്കുന്നു. അതേപോലെ ഇത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ശരി എയറും കൂടെ ഒക്കെ നിൽക്കത്തക്ക രീതിയിൽ കണ്ടേ ഇതേപോലെ അങ്ങോട്ട് നിർത്തുക. അതിനുശേഷമായിട്ട് ഇതേപോലെ നമുക്ക് ബൊഗെയിൻവില്ലയുടെ തൈ നല്ല കിടിലമായിട്ടൊന്നും ഉണ്ടാകാം. ഇനി ഇത് കുറച്ച് ദിവസം മുമ്പ്, ഏകദേശം ഒരു 20 ദിവസം മുമ്പ്, നമുക്ക് 20 ഒരു കറക്റ്റ് ഡേറ്റ് നോക്കണം. ഏകദേശം ഒരു 30 ദിവസമായി കാണും. പെട്ടെന്നല്ലേ ഇന്ന് രാജ്യവ്യാപകമായിട്ടുള്ള ബന്ധമല്ലേ. അന്നേരം അതാണ്ട് ഇന്നത്തെ ദിവസമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നല്ല മോയ്സ്ചർ കണ്ടന്റ് നിൽപ്പുണ്ട്. അതിൽ ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നാലോ. കൂടിയ വെറൈറ്റികളൊക്കെ ഇത്രയും മെനക്കെട്ട് കാര്യമില്ല. അല്ലാതെയൊക്കെ ചുമ്മാ കട്ട് ചെയ്തിടാം. ഇത് റിസൾട്ട് കണ്ടല്ലോ. ഇതേപോലെ നമുക്ക് ഇതുണ്ട്. ഇത് മോയ്സ്ചർ കണ്ടന്റ് നിൽക്കുന്നതാണ്. മോയ്സ്ചർ കണ്ടന്റ് നന്നായിട്ട് നിൽക്കുന്നതാണേ. എന്താണ്ട് അടുത്ത പ്ലാന്റ് ഇതൊക്കെ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ നമ്മൾ താണ്ടെ തുറന്നു വിടുവാണേ. ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് തണലത്ത് വയ്ക്കണേ.
അപ്പോൾ അത് പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ അകത്ത്. ഫ്ലെയിം ആട്ടോ ഇതാണ്ട് കണ്ട. ഇതേപോലെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ സാധനത്തിനെ കൊണ്ടുചെന്ന് ഇച്ചിരി അത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയില്ലേ, ഇതിനെ കൊണ്ടുചെന്ന് തണലത്ത് വെക്കണം. അതിനെ നമുക്ക് തണലത്തോട്ട് കൊണ്ടുവയ്ക്കണം, ഇതിനെ തണലത്ത് വെക്കണം. അതുപോലെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിനെ ഇളക്കി വെച്ചേക്കുന്ന എവിടാന്ന് കണ്ടേ, എത്ര ചെടി ഇരിപ്പുണ്ടെന്ന് നോക്കണ്ടേ. അതിൻ്റെ കാവൽക്കാരനോട് മോട്ട് ഉടയുന്ന ഇതെല്ലാം നോക്കുന്നുണ്ട്. നമുക്ക് കൂടെ അങ്ങ് പോയി ആ പ്ലാന്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന തൈകൾ കൊണ്ടൊന്ന് കണ്ടാലോ. ബയോ ഇതാണ്ട് നെറ്റിനടിയിലാണ്, ഷീറ്റിനടിയിൽ അത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇതിനെയും ഈ ഭാഗത്ത് തന്നെ നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത് അതെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ തയ്യാറാക്കി തണലത്ത് വെച്ചതിന് ശേഷമായിട്ട് ഇതാണ് ഒരു 200 ചെടി ഇതാണ് ഹൈബ്രിഡ് വെറൈറ്റി. ഒരു 200 ചെടി ഇതാണ് നിരത്തി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഉണ്ടാക്കിയെടുത്ത പ്ലാന്റാണ്. നോക്കി നല്ല ഹൈബ്രിഡ് വെറൈറ്റികൾ എല്ലാം എന്താണ്ട് ഇതേപോലെ തയ്യാറാക്കി വെച്ചേക്കുന്നത്. അതാണ്ട് മോട്ടോട്ടാ ശ്രദ്ധിച്ചാണ് കേട്ടോ. അന്നേരം എന്താണ്ട് ഇവിടെ മുതൽ പ്ലാന്റ് ഇതാ ഫ്ലെയിമാണേ. ഇതാ കണ്ട സെറ്റ് പ്ലാന്റ് അല്ലേ, തൈ ഉണ്ടാക്കിയതാണ്. അന്നേരം എന്താ ഇതേപോലെ ഇവിടെ മുതൽ ഇങ്ങനെ തുടങ്ങി അറ്റം വരെ ആ ഒരു ബെഡ് ഇത്രയും നിൽക്കുന്നതും ഇതിൻ്റെ തൈകളാണ്. ഹൈബ്രിഡ് വെറൈറ്റി ബൊഗെയിൻവില്ലയുടെ തൈകൾ ഓട്ടോൻ്റെ കൂട്ടിന് താഴെ മൊത്തം. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഉയർത്താനായിട്ട് മാക്സിമം ഷെയർ ചെയ്തു.